നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഡമാൽ ഡമാൽ എന്നാണ് കഥ. ഒരേ ഡമാലാണ്. ആക്ച്വലി ഞാനിന്ന് മെഡ്രാസിലല്ല, തിരുച്ചിയിലാണുള്ളത്. നാളെ തന്നെ മെഡ്രാസിലെത്തും. ഇത് മാർക്കറ്റ് ഭയങ്കര അടിയാണ്. ഫ്രൈഡേ കയറ്റിയതിന് ഇന്ന് ചേർത്ത് വെച്ച് അടിച്ചിരിക്കുന്നു. ഞാൻ നോക്കുന്ന സമയം 22,500 താഴെയാണ് ട്രേഡ് ആയിക്കൊണ്ടിരുന്നത്. ഇത് കുറച്ച് മുകളിലും താഴെയുമായിട്ട് ട്രേഡ് ആകുന്നു. 2,478 ഇപ്പോൾ ട്രേഡ് ആകുന്നു. ഗോൾഡും ഡമാൽ സിൽവറിന് ഒരു വലിയ ഒരു ഡമാൽ. ഇഷ്യൽ റേറ്റ് തന്നെ 235 ആണ്. 210 215 അത് കിട്ടും. 210 രൂപ അതിപാതാളത്തിനാണ് പോകുന്നു. ഇന്നലെ ഗൂഗിൾ ഓഫ് ഡേ ആണ്. 4 റുപ്പീസിന് താഴെ ചെന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഞാൻ നോക്കുന്ന സമയം 92 93 ട്രേഡ് ആയിക്കൊണ്ടിരുന്നത്. 93 92 എന്ന് പറയുന്നത് 8 പൈസയാണ്. രാവിലെ 92 73 ട്രേഡ് ആയിക്കൊണ്ടിരുന്നത്. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഭയങ്കരമായിട്ട് ഡോളറിനെ സപ്ലൈ ചെയ്യുന്നു. മാർക്കറ്റ് ഇന്നും വീക്കാ തന്നെ ഇരിക്കും, ഇന്നും സ്ട്രോങ്ങാ തന്നെ ചെന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും എക്സാക്റ്റ് ദീപാവലി തുടങ്ങിയില്ല. ടിഫൻ കോഫിയിൽ തന്നെ ഇരിക്കും. മാർക്കറ്റ് ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റു മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പം ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഓവർ വാല്യൂഡ് ആണ്. ഇത് കാരണം വളരെ സൂക്ഷിച്ചിരിക്കണം നിങ്ങൾ. രാവിലെ എന്തൊക്കെ വിഴുന്നിരുന്നു എന്ന് നിങ്ങൾ നോക്കിക്കോ. ഗുഡ് ഫൈനാൻസ് 5.8%. കാരണം മണപ്പുറം ഡെഫിനറ്റായിട്ട് കറപ്റ്റ് ആയിരിക്കും. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 5%, ടാറ്റ സ്റ്റീൽ 4%, മണപ്പുറം 3%, കമേഴ്ഷ്യൽ വെഹിക്കിൾ 4%, കർണാടക ബാങ്ക് 4%, അങ്കമയിൽ 3.25%, ഐറ്റൻ 3.5%, ഫെഡറൽ ബാങ്ക് 3.4%, ഹീറോ മോട്ടോർ കാർ 3.5%, അലിയാൻ ജുവലർ 3.20%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 3.10%, IDFC ബാങ്ക് 2.95%, ഡോക്ടർ റെഡ്ഡി 2.5%, ITC 2.1%. ഇതൊക്കെയാണ് ഞങ്ങളെ ജനങ്ങളുടെ കണ്ണിൽ പെട്ടത്. ആദ്യം സ്വർണത്തിനെ കുറിച്ച് സംസാരിക്കാം. സ്വർണം എന്തുകൊണ്ടാണ് വിലുന്നു? ഞാൻ റീസെൻ്റായിട്ട് ഒരു പേട്ടി കൊടുത്തായിരുന്നു. സ്വർണം എന്തുകൊണ്ട് വിലുന്നു എന്ന് നോക്കുമ്പോൾ അതിൻ്റെ മെയിൻ റീസൺ വാറാണ്. ആർമനായിട്ട് വാർ നടക്കുവാണെങ്കിൽ സ്വർണത്തിൻ്റെ വാല്യൂ കയറണം. എന്തുകൊണ്ടാണ് ഇറങ്ങുന്നത് സർ എന്ന് ഈ പോറിൽ എന്ത് നടക്കുന്നു എന്നാൽ കച്ച എണ്ണയുടെ വില കയറുന്നു. കച്ച എണ്ണയുടെ വില ഡോളറിൽ തന്നെ മാർക്ക് ചെയ്യണമെന്ന് 1872 ഒരു ഒപ്പന്തമുണ്ട്. പെട്രോ ഡോളർ എന്നാണ് പേര്. അങ്ങനെ കച്ച എണ്ണ കയറുവാണെങ്കിൽ ഡോളറും കയറും. ഡോളർ റെക്കോർഡ് ലെവലിൽ കയറിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ ഈ സർജായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് ഗോൾഡ് താഴെ ഇറങ്ങും. അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ പോർ തുടങ്ങിയപ്പോഴും 7-8 മാസം വീഴുന്നായിരുന്നു. ദൂരം പോകുമെന്ന് നിങ്ങൾ വിചാരിക്കണോ എന്തോ, പക്ഷേ 12,500 ഡെഫിനറ്റായിട്ട് ചെല്ലും. എന്തെങ്കിലും താഴെയും ഉടയുവാണെങ്കിൽ 11,500 വരയ്ക്കും എത്തും. ഇതിൽ രൂപ എത്രയും വീഴും. കമ്പ്യൂട്ടർ എഞ്ചിനീയർ രൂപയെ രക്ഷിക്കുക എങ്ങനെ ട്രൈ ചെയ്യും എന്ന ഒരു ലെവലുണ്ട് അതിൽ. ട്രേഡർ വിനോദ് പറയുന്നത് അവർ ടെക്നിക്കൽ ലെവൽസ് നോക്കും. ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ ലെവലിൻ്റെ മാർക്കറ്റ് നോക്കിയിരിക്കുന്നു. മാർക്കറ്റ് ഇവിടെ നിന്ന് താഴെ പോവും. 21,400 അടുത്ത് വന്ന് 4 ഇയർ മൂവിങ് ആവറേജ് ഇരിക്കുന്നു. 21,500 അടുത്ത് പോകും എന്ന് അവരെ ഗസ്. ഇവിടെ നിന്ന് ഒരു നിയർലി 900 പോയിൻറ്റ്സ് അല്ല സ്ട്രൈറ്റ് ഓഫ് ഹോമോസിൻ്റെ പവർ പ്ലാന്റ് അടിച്ച് ഇവർ തിരികെ അടിച്ചുവെങ്കിൽ കപ്പയെത്തും. ആളെ ഇന്നും നെഗറ്റീവ് പോകാൻ ഹോപ്പ് ഇരിക്കുന്നു. ഇതിൽ പോസിറ്റീവ് എങ്ങനെ പോകും എന്ന് നോക്കിയാൽ ആളെ ട്രംപ് നിർത്തിയാലും അമേരിക്ക നിർത്തുമാന്ന് എനിക്ക് അറിയത്തില്ല. അമേരിക്ക നിർത്തിയാലും ഇറാൻ നിർത്തുമോ എന്ന് പറയാൻ പറ്റൂല. ഇതുവരയ്ക്കും കെയർഫുള്ളായിട്ടിരിക്കണം. ഗ്ലോബൽ മാർക്കറ്റ് വിളുന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് അപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ തന്നെ റൗഡി എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഫ്രൈഡേ മാർക്കറ്റിനൊക്കെ ഇതുപോലെ കേട്ടിരുന്നു അവർ. അത് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററിന് നല്ലതല്ല. വന്നിട്ട് ഇന്നും അടി വാങ്ങുന്നു. ഇതിൽ മാർക്കറ്റ് ഇന്നും മോശമായിട്ടിരിക്കും. ഞാൻ പറഞ്ഞ RBI ഗവർണറിൻ്റെ ക്രിറ്റിസിസം ഇതുപോലെ മാർജിൻ ഫണ്ടിങ്ങിൽ അലോ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ആരും സീരിയസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തില്ല. ദേശദ്രോഹി എന്ന് പറഞ്ഞു നിങ്ങൾ. ഒക്കെ എന്തായെന്ന് വെച്ചാൽ ഇന്ന് 1,00,000 കോടി വന്ന് ഇടങ്ങൾ കടൻ വാങ്ങി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടിരിക്കുന്നു. മാർജിൻ സ്ക്വയർ ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. മാർജിൻ സ്ക്വയർ ഓഫ് ആകും. നിങ്ങളെ കാശ് ഉടനെ പോവും. ആൻഡ് ആ സ്റ്റോക്കിനെ വിറ്റ് കാശിനെ എടുക്കും. മൊത്തത്തിൽ നിങ്ങളെ കാശ് പോയി. ഇത് കാരണം തന്നെ IPO ഫണ്ടിങ്ങിനെയും ഈ ഫണ്ടിങ്ങിനെയും ഞാൻ എതിർത്തത്. അങ്ങനെ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. ഇവിടെ റിഫൈനേഴ്സ് എന്ത് ചെയ്യുന്നു എന്നാൽ അമേരിക്ക ഓയിൽ വേവർ കൊടുക്കാത്ത കാരണം ഇറാനിയൻ ഓയിൽ വാങ്ങാൻ നോക്കുന്നു. ആ ഓയിലും $112 മുകളിൽ തന്നെ. ഇന്ത്യ ബാസ്ക്കറ്റിൽ നോക്കുമ്പോൾ 147 148 ഇരിക്കുന്നു. ഇത് കാരണം നിങ്ങൾക്ക് ഒരു വലിയ റിലീഫ് കിട്ടത്തില്ല.
ഇൻഡസ്ട്രിയൽ ഡീസലിൻ്റെ വിലയെ 20 രൂപയ്ക്ക് കയറ്റിയിരിക്കുന്നു. എല്ലാ പെട്രോ കെമിക്കൽ പ്രോഡക്റ്റിൻ്റെ വിലയും കയറിയിരിക്കുന്നു. അമോയിലിൻ്റെ വില കയറിയിരിക്കുന്നു. പ്രീമിയം പെട്രോളിൻ്റെ വില കയറിയിരിക്കുന്നു. 1-ാം തീയതി വരയ്ക്കും ഈ ബാലൻസ് ഷീറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നു ഗവൺമെൻറ്. ഇതിക്ക് ശേഷം എയ്തർ ഇതിനെ കട്ട് ചെയ്യും, പ്രൈസ് ഡ്യൂട്ടി ആൻഡ് ഫ്യൂവൽ ടാരിഫിനെ കട്ട് ചെയ്ത് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വിലവാശിയെ കയറ്റിവിടുന്ന എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. മോസ്റ്റ് ലൈക്ലി വിലവാശിനെ കയറ്റിവിടുമെന്ന് വലിയ എക്സ്പെർട്സ് ഒക്കെ പറയുന്നു. എന്ന് വെച്ചാൽ ടാക്സിനെ കട്ട് ചെയ്യുവാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ബാലൻസ് ആകൂല എന്നാണ് പറയുന്നു. ഞാൻ പറഞ്ഞത് വിട്ടുകൊണ്ട് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിലിട്ടവർക്കൊക്കെ അത് താളെ വിളുന്നിരിക്കുന്നു. മാർക്കറ്റിൻ്റെ ഒപ്പം കമ്പയർ ചെയ്യുമ്പോൾ അത് ഇന്നും ഫാസ്റ്റായിട്ടാണ് വിളുന്നു. റീഡിങ് ഓഫ് ദി മാർക്കറ്റിലാണ് പ്രോബ്ലം. ഒരുപാട് എക്സ്പെർട്സ് ഒക്കെ പറയുന്നു. അടുത്ത് ഞാൻ എപ്പോഴും എന്ത് പറയും, ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൻ്റെ അടുത്ത് പോകരുത് എന്ന്. തന്നെ വിധിവിലക്ക്. അതിനെ യൂഹിച്ച് പറയാൻ പറ്റൂല. കാരണം ഇതിൻ്റെ അടുത്ത് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനി നിങ്ങൾ ചെന്നിരിക്കും. ഇന്ന് എൻ്റെ അഡ്വൈസ് എന്തെന്ന് വെച്ചാൽ, ഇത് 2 ലക്ഷത്തിൻ്റെ മുകളിൽ നിങ്ങളടുത്ത് കാശിരിക്കുവാണെങ്കിൽ മുന്നേ പിന്നെ നോക്കാതെ ഇന്ന് തന്നെ വെളിയിലെടുത്തോ. വെച്ചാൽ കാശിന് വെളിയിലെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റിയാണ്. തൂക്കി നിങ്ങൾക്ക് ബോണ്ടിലിടാം. കാൽക്കുലേഷൻ ഇങ്ങനെ വർക്കൗട്ടായെന്ന് നോക്കിക്കോ. 1 വർഷത്തിന് മുമ്പ് രൂപ 80 ഇരുന്നത്. ഈ ലെവലിൽ മാർക്കറ്റ് ഇരുന്നു. ജനുവരി 2024 82 രൂപയാണ് ഇരുന്നത്. 5% മാർക്കറ്റ് ഡൗൺ. ഡോളർ ലെവലിൽ 15% പോവുകയാണെങ്കിൽ ഇലക്കാരന് ആക്ച്വൽ മാർക്കറ്റ് 19,150 തന്നെ. അതായത് ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഡോളറിൽ തന്നെ കൺവേർട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ ആക്ച്വൽ ലെവൽ 19,000 തന്നെ. ഇത് ഇന്നും 8 മാസത്തിന് പുറകെ കൊണ്ടുവിട്ടിരിക്കുന്നു. കാരണം നമ്മൾ എപ്പോഴും ഡോളറിലും ഗോൾഡിനും റിട്ടേൺ മാറ്റി മാറ്റി നോക്കണം. ഇത് നോക്കിയാൽ വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ. ഇത് കാരണമാണ് ഈ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ട എന്ന് ഞാൻ പറയാൻ കാരണം. അല്ല, ഗോൾഡിലും ബോണ്ടിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആപത്തിൽ കുറച്ച് നഷ്ടം ഗോൾഡിലുണ്ടായിരിക്കും. പക്ഷേ ഓവറോളായിട്ട് പ്രോഫിറ്റ് ഗില്ലി പോലെ നിൽക്കും. അതുപോലെ തന്നെ ബോണ്ടിൽ 3.5 വർഷത്തിൽ 10% റിട്ടേണും കിട്ടിയിരിക്കും. അതിനടുത്ത് കറക്റ്റായിട്ട് പട്ടാസ് ലിസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ കുറച്ച് പോസിറ്റീവിൽ ഉണ്ടായിരുന്നിരിക്കും. ഇത് ഹൈലി ഡിഫെൻസീവ് സ്ട്രാറ്റജിയാണ്. ഈ ഡിഫെൻസീവ് സ്ട്രാറ്റജി തന്നെ നിങ്ങളെ രക്ഷിക്കും ആണ് എൻ്റെ ഒപ്പീനിയൻ. അതേസമയം അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ബഫറ്റ് പോലത്തെ സ്റ്റോക്കൊക്കെ ഡബിളായിരിക്കുന്നു. ഇപ്പോൾ LMT എന്ത് പറയുന്നു എന്നാൽ കൊണ്ട് വിളുന്നിരിക്കുന്നു എന്ന് ഞാൻ പറയാം. എല്ലാവർക്കും കിട്ടിയില്ല. അവർ ഒരു പ്രൊഫഷണൽ കമ്പനിയാണ്. ബോണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. അവർക്കിവിടെ ബിസിനസ് ഇല്ലാത്ത കാരണം ആ ബിസിനസ് മിഡിൽ ഈസ്റ്റിന് ചെന്നു. മിഡിൽ ഈസ്റ്റിൽ വാർ നടക്കുന്ന കാരണം അവരുടെ ബിസിനസ് അടിപ്പെട്ടിരിക്കുന്നു. കാരണം അവർ വന്നിട്ട് പ്രഷറിലിരിക്കുന്നു. LNT വന്നിട്ട് ഇപ്പോൾ ഗ്രീൻ ഹൈഡ്രജനെയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സൗത്ത് ഇന്ത്യൻ ബ്രാഞ്ച് ഇപ്പോൾ വന്നിട്ട് ജോഷ് എന്ന് പറയുന്ന RBI റിട്ടേണിന് ചെയർമാനായിട്ട് ചേർത്തിരിക്കുന്നു. സോ ദാറ്റ് അവർ ഇന്നും സ്ട്രെങ്തൻ ചെയ്യാം. ടാറ്റ സെമി കണ്ടക്ടർ എന്ത് ചെയ്യുന്നു എന്നാൽ ഗവൺമെൻറ് കൊടുത്ത ലാൻഡിനെ പ്ലഡ്ജ് ചെയ്ത് $735 മില്യൺ കടം വാങ്ങിയിരിക്കുന്നു. സെമി ഗ്ലൂട്ടൈഡിൻ്റെ വില 70 ഇതിന് 80% ക്രാഷ് ആയിരിക്കുന്നു. ചില കേസിൽ 90% ക്രാഷ് ആയിരിക്കുന്നു. ഇത് കാരണം വീഗോവിക്കും ലില്ലിക്കും പ്രോഫിറ്റ് കുറവാണ്. TVS എന്ത് ചെയ്യുന്നു എന്നാൽ EV ഗ്രോത്തും കസ്റ്റമറിനെ നോക്കുന്നു. ജുവലറി ബിസിനസ് ഇപ്പോൾ മെനിനെയും കിഡ്സിനെയുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അവർ ആ ക്യാരറ്റിനെ കുറയ്ക്കുന്നു. ടൂ വീലർ ആദ്യത്തെ പ്രാവശ്യം 2 കോടിക്ക് മുകളിൽ വിറ്റിരിക്കുന്നു. അത്രയും ഒപ്പം EV പ്രോഗ്രസ് ആയില്ല. 2 കോടി സ്കൂട്ടർ വിറ്റിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ത് പറയുന്നു എന്നാൽ ഗ്ലോബലി എന്ത് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇന്ത്യയിൽ ഞങ്ങൾ തനിയായിട്ട് പിരിച്ചില്ല എന്ന് പറയുന്നവർ. ഇസലിൻ്റെ ഇൻഡസ്ട്രിയൽ വില കയറ്റിയത് കോർ ഇൻഡസ്ട്രീനെ കയറ്റി. വിലവാശി കയറും എന്ന് പറയുന്നു. ഞങ്ങളെ ചാനലിൽ ഒരുപാട് വട്ടം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എക്കണോമിക് ഷെയർ കുറയും. എന്തെന്ന് വെച്ചാൽ ചൈന എക്കോണമി അടി വാങ്ങും. നമ്മളെ എക്കോണമി അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിൽ കൂടുതൽ അടി വാങ്ങും. വെച്ചാൽ ഈ നമ്മുടെ എക്സ്പോർട്ട്സ് ഈ എഗ്ഗൊക്കെ വെസ്റ്റേൺ തമിഴ്നാട്ടിൽ നിന്ന് പോണതൊക്കെ അടി വാങ്ങിയിരിക്കുന്നു. ഇത് സൊമാറ്റോ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ പ്ലാറ്റ്ഫോം ഫീനെ കയറ്റിയിരിക്കുന്നു. പ്ലാറ്റ്ഫോം ഫീ എന്തുകൊണ്ട് കയറ്റുന്നു എന്നാൽ ഓർഡർ കുറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയെങ്കിൽ കാശിനെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന കാരണത്താൽ ഓർഡർ ചെയ്യുമ്പോൾ വരുന്ന പ്ലാറ്റ്ഫോം ഫീ വിലയിന് കൂട്ടിയിടിപ്പിച്ചു അവർ. കാരണം ജനങ്ങളിൽ ഒരേ പാടാണ്. ഇതുപോലത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ പട്ടാസ് ലിസ്റ്റിനെ എടുത്ത് വച്ചിരിക്കാം. ഈ ഇടണം എന്ന് നിങ്ങൾ മുമ്പേ തീരുമാനിക്കണം. എന്നിട്ടായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അവിടെ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. മാർക്കറ്റിനെ കണ്ട് പേടിച്ചു ഓടുന്നു നിങ്ങൾ.
ഇതിനെ കണ്ട് പേടിച്ച് ഓടാൻ ഒന്നുമില്ല. ഈ ടിഫിൻ കോഫി റേഞ്ചിൽ കൺസിഡർ ചെയ്തുകൊണ്ടേയിരിക്കാം. ഞാൻ കൺസിഡർ ചെയ്യുന്ന ഇതിൽ കൺസിഡർ ചെയ്യേണ്ട സമയം ഇത് തന്നെ. നിങ്ങൾ ധൈര്യമായിട്ട് കൺസിഡർ ചെയ്യാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.